എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? കുറേ നാളായി ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കിയിട്ട്. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ക്രിസ്മസ് മേക്ക് ഓവർ ആണ്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ എന്നെ മേക്ക് ഓവർ ചെയ്യണം എന്നൊക്കെ ഇരുന്നു പ്ലാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ കാരണം ലേറ്റായി ഇതപ്പം ക്രിസ്മസിന്റെ തലേന്ന് വരെ. എനിവേസ് ഞാൻ ഫസ്റ്റ് തന്നെ നമ്മുടെ കഴിഞ്ഞ കൊല്ലം മേടിച്ച ക്രിസ്മസ് ട്രീനെ ഒന്ന് പൊടി തട്ടിയെടുത്തിട്ടുണ്ട്. പ്രാവശ്യം ടേബിൾ മുഴുവനായിട്ട് ഡെക്കറേറ്റ് ചെയ്യണില്ല, അതാ ഈ ഒരു ഏരിയയിൽ മാത്രമായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ കൊല്ലം തന്നെ ട്രീ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് വൻ കോമഡി ആയിരുന്നു കാണാൻ. അതുകൊണ്ട് ഇപ്രാവശ്യം ഒരു സ്റ്റൂളിന്റെ മുകളിൽ വൈറ്റ് ക്ലോത്ത് വിരിച്ചിട്ട് അതിന്റെ മുകളിലാണ് ട്രീ സെറ്റ് ചെയ്യുന്നത്. അതാവുമ്പോൾ ടേബിളിന്റെ മുകളിൽ നിന്ന് ട്രീന്റെ ഭംഗി ആസ്വദിക്കാം. കഴിഞ്ഞ കൊല്ലം ക്രിസ്മസ് ഓർണമെന്റ്സും എല്ലാം ഞാൻ ഈ ഒരു പെട്ടിന്റെ ഉള്ളിലാണ് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് ഐറ്റംസിന് ചെറിയ ഡാമേജ് ഒക്കെ ഉണ്ടായിരുന്നു. ആ ഡാമേജുള്ള ഐറ്റംസിനൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഐറ്റംസ് ആണ് ട്രീന്റെ മുകളിൽ തൂക്കണത്. ട്രെയിനിന്റെ മുകളിൽ സ്റ്റാറിന് പകരം ഞാൻ ഈ ബൂ ആണ് തൂക്കി കൊടുത്തത്. പക്ഷെ അത് അങ്ങനെ വെച്ചിട്ട് ഒരു ഭംഗിയില്ലാത്ത കാരണം അതിന്റെ തൂങ്ങി കിടക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിന് ഞാൻ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഡെക്കറേറ്റ് ചെയ്ത ട്രെയിനിന്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ചെമ്മരി ഒന്ന് കുട്ടപ്പനാക്കി എടുക്കലാണ്. ഇപ്രാവശ്യം എപ്പോഴത്തെയും പോലെ പോസ്റ്റേഴ്സ് ഒട്ടിച്ച് നടക്കാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ സ്പൈക്ക് പോലത്തെ ലീഫ് ഉണ്ടല്ലോ, അത് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വോളിൽ എന്ത് ഡെക്കോർ ചെയ്യുന്നിങ്ങനെ ഇൻട്രസ്റ്റ് നോക്കിയപ്പോഴാണ് ഒരു AI ഇമേജ് കണ്ടത്. അപ്പോൾ അതുപോലെ ചെയ്യാന്നാണ് എൻ്റെ പ്ലാനിങ്. ആസ് യൂഷ്വൽ ലീഫിനെ ട്രേസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറച്ചധികം ലീഫ് വേണം. ഗ്രീൻ കളർ ചാർട്ട് പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പെയിന്റ് അടിയുടെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അതില്ലാത്ത സ്ഥിതിക്ക് ഇങ്ങനെ കഷ്ടപ്പെട്ട് പെയിന്റ് അടിക്കുക. ലൈറ്റ് ഗ്രീനേക്കാൾ ഈ ഒരു കളറാണ് കുറച്ചുകൂടി രസം ഉണ്ടാവുക കാണാൻ. ഞാനിപ്പോൾ എല്ലാ ലീഫും ഡാർക്ക് ഗ്രീൻ അടിക്കുന്നില്ല, ഒരു 3-4 എണ്ണം റെഡും കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. സോ ലീഫൊക്കെ കട്ട് ചെയ്ത് കുട്ടപ്പന്മാരായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ സെന്റർ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിനുശേഷം ഒരു 3-4 ലീഫ് ഇതുപോലെ ഒരുമിച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഇതോടുകൂടി ആ വാൾ ഡെക്കോർ സെറ്റായി എന്ന് വിചാരിക്കരുത്. അതിന്റെ നടുവിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് റെഡ് ബെറീസ് കൂടി ഉണ്ടാക്കണം. ശരിക്കും ലീഫ് ബെറി എന്നല്ല പറയാ, വേറെ എന്തൊക്കെ പേരുണ്ട്, എനിക്കറിയാത്തോണ്ടാണ്. അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ബിലോ. ഇനി ബെറീസ് ഉണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല കേട്ടോ. കുറച്ച് ക്ലേ എടുക്കുക, ഉരുട്ടി ബോളാക്കുക. നെക്സ്റ്റ് ഡേ ഡ്രൈ ആകുമ്പോൾ റെഡ് പെയിന്റ് അടിച്ചു കൊടുക്കുക. അങ്ങനെ ബെറീസ് ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഒരെണ്ണെടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ ലീഫിന്റെ സെന്ററിലേക്ക് ഒരു 3-4 ബെറീസിനെ ഒട്ടിച്ചു കൊടുക്കാം. നല്ല കൂടി ഇനം പശ വെച്ചിട്ട് തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടി പറഞ്ഞു വീഴും. ഇനി നമുക്ക് ചുമരിന്റെ മുകളിൽ എല്ലാത്തിനെയും ഡബിൾ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ക്രിസ്മസ് ഫീലൊക്കെ വന്നത്. അതിന്റെ താഴോട്ട് ഇപ്പോൾ ഭയങ്കര പ്ലെയിൻ ആയിട്ടല്ലേ കിടക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറ്റിൻ റിബൺ ഒരേ ലെങ്ത്തിൽ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് കൊടുക്കാന്ന്. നമ്മൾ ഈ ബർത്ത്ഡേക്ക് അരങ്ങൊക്കെ തൂക്കിയിടില്ലേ, അതുപോലെ. ഇനി കുറച്ചുകൂടി ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് ഈ ഗോൾഡൻ കളർ ക്രിസ്മസ് ഓർണമെന്റ് എടുത്തിട്ടുണ്ട്. അതിന് ഞാൻ ചവറിന്റെ മുകളിൽ കൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് ലുക്ക് അറ്റ് ദിസ്, നല്ല രസമില്ലേ കാണാൻ. ഇനി നമുക്ക് ടേബിളിന് മുകളിൽ വെക്കാൻ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണ്ടേ. ഈ ഒരു വൈബിന് സാന്റാ സ്മെയിൽ നല്ല മാച്ച് ആയിരിക്കും. അതിങ്ങനെ ഉണ്ടാക്കുക എന്നാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഓൾ യു നീഡ് ഈസ് 2 കട്ടിയുള്ള റെക്ടാങ്കുലർ പേപ്പേഴ്സ്. അതിന് ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം, ഒരു ഇഗ്ലോ ഒക്കെ പോലെ. ഇനി അതിന്റെ ബാക്കും നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതുപോലൊരു പീസ് വേണം. അതിന്റെ അടി ഇതുപോലെ ഒന്ന് ബെറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനെടുത്തിട്ട് മറ്റേൽ കൊട്ടിച്ചു കൊടുക്കാം. ഇനി ആ മെയിൽ ബോക്സിലൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് അതിന് ഞാനൊരു കാർഡ്ബോർഡ് റോള് കൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഉണങ്ങി കഴിഞ്ഞിട്ട് ചെറവറ പെയിന്റ് അടിച്ചു കൊടുക്കാം. ഒരു റെഡ് ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഞാൻ ഇത് മൊത്തത്തിൽ പെയിന്റ് അടിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് സാന്റാ സ്മെയിലാന്ന് നാട്ടിലേക്ക് മനസ്സിലാവണ്ടേ, അതിന് വേണ്ടിയിട്ട് സാന്റാ സ്മെയിൽ എന്നൊക്കെ ചക്കക്ഷരത്തിൽ എഴുതി കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ ഒരു മിസ്സിംഗ് ഉള്ള പോലെ. അതുകൊണ്ട് നമ്മൾ നേരത്തെ വോൾ ഡെക്കോറിന് ഉണ്ടാക്കി വെച്ച ഐറ്റംസ് ഉണ്ടല്ലോ, അതിന് ഞാൻ അതിന്റെ മുകളിൽ കുട്ടിച്ചു കൊടുത്തിട്ട് ഒരു ബോ മേലെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒന്ന് താഴെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മുടെ സാന്റാ പൂപ്പം വന്നിട്ട് ലെറ്റേഴ്സ് വെക്കുക. ആ ഒരു വൈബ് കിട്ടാൻ ഞാനും ഒരു ലെറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ സാന്റാ സ്മെയിൽ. ഇനി നമുക്ക് ടേബിളിന് മുകളിൽ വെക്കാൻ ഒരു ഗിഫ്റ്റ് ബോക്സ് ഉണ്ടാക്കണം. ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേന് ഗിഫ്റ്റ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ ഒരു കാലി പെട്ടി എടുത്തിട്ട് അതിനെ ചാർട്ട് പേപ്പർ കൊണ്ട് ഒന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്തെടുത്തു. ഇതിന് ഗിഫ്റ്റ് റാപ്പിംഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഇതൊരു തട്ടിക്കൂട്ട് റാപ്പിംഗ്. എന്നിട്ട് റെഡ് പെയിന്റ് വെച്ചിട്ട് കുറച്ച് പോൾക്കാ ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൻഡ് റെഡ് റിബൺ വെച്ചിട്ട് കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്യുന്നുണ്ട്. സോ അതാണ് നമ്മുടെ കാലിപ്പെട്ടി ക്രിസ്മസ് ഗിഫ്റ്റ്.
ഡെസ്കിന്റെ മുകളിൽ വെക്കാനുള്ള അടുത്ത ഐറ്റാണ് ഇതാ ഈ ക്ലേ കൊണ്ട് ഉണ്ടാക്കിയ കപ്പ്. ഇത് ആക്ച്വലി കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ ഉണ്ടാക്കിയതാണ്. ലെനയാണ് പെയിന്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ഗ്രീൻ പെയിന്റ് തീർന്നു പോയ കാരണം വാട്ടർ കളർ വെച്ചിട്ടാണ് അതിന്റെ മുകളിൽ ആ കാണുന്ന ട്രീ ഒക്കെ പെയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വർഷം ഒന്നും കഴിഞ്ഞില്ലേ ആ പെയിന്റ് ഒക്കെ മങ്ങിയേക്കും. സോ ഞാൻ അതിനെ വീണ്ടും ഒന്ന് പെയിന്റ് ചെയ്തിട്ട് കുട്ടപ്പനാക്കി കൊടുക്കുക. സോ ദിസ് കുട്ടപ്പൻ ഈസ് റെഡി. ഇനി അടുത്തത് ഒരു റെയിൻഡിയറിനെയാണ് ഉണ്ടാക്കുന്നത്. റെയിൻഡിയർ ഇല്ലാണ്ട് എന്ത് ക്രിസ്മസ്. ഇത് ആക്ച്വലി ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത ഒരു ഷോർട്സ് ആയിരുന്നു. അതിൽ ഞാൻ ഇതിനെ ഒരു ഗിഫ്റ്റ് ബോക്സ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബട്ട് കമ്മിങ് ടു ദ ഡെസ്ക് മേക്ക് ഓവർ, അതിന് ഞാനൊരു ഷോ പീസ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് രമണ ഈ ഒരു വള്ളിയില്ലേ അതിൻ്റെ അടുത്ത് ഒഴിവാക്കി, അത്രേ ഉള്ളൂ. ഇനി നമുക്ക് ഐശ്വര്യമായിട്ട് മേക്ക് ഓവറിലോട്ട് അങ്ങോട്ട് കിടക്കാം. ഡെസ്കിന്റെ മുകളിൽ എന്തൊക്കെയൊക്കെ ഉണ്ടെന്ന് തോന്നിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചത്. ഇത് ഫുള്ള് ഗ്രീൻ ഉള്ളത് തപ്പിയിട്ടാണ് പോയത്. പക്ഷെ ആ സാധനം അവിടെ ഇല്ല. അതുകൊണ്ട് കിട്ടിയതെടുത്തിട്ട് പോകും. സാന്റ സ്മെല്ലിന് ഞാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന്റെ താഴെയിട്ട് ഒരു കുഞ്ഞ് ക്യാൻഡിലിന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 2 രൂപക്ക് കിട്ടിയ എന്തൊക്കെയോ കുറച്ച് ഓർണമെന്റ്സ് ആണ്. അതിനൊക്കെ ഞാൻ ഈ പുല്ലിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഫെയറി ലൈറ്റ് ഇല്ലാണ്ട് ആ ഡെക്കറേഷൻ അങ്ങോട്ട് പൂർത്തിയാവില്ല. ഈ ഒരു പുല്ലിന്റെ ഉള്ളിൽ കൂടെയാണ് ഞാൻ ഫെയറി ലൈറ്റ്സിനെ വെച്ച് കൊടുക്കുന്നത്. അത് ഓണാക്കി കഴിഞ്ഞപ്പോൾ നല്ല വൈബുണ്ട് കേട്ടോ. ഇനി ഈ പുല്ലിന്റെ മുകളിൽ എന്ത് വെക്കുമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നപ്പോഴാണ് ഈ വക ഐറ്റംസ് ഒക്കെ കൈ കിട്ടിയത്. കുറച്ച് പൈൻ കോൺസ്, ഒരു മഷ്റൂം, പിന്നെ നേരത്തെ ഉണ്ടാക്കിയതിൽ ബാക്കി വന്ന കുറച്ച് ബെറീസും. ഇനി ഈ ഒരു സൈഡിൽ നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതോടുകൂടി അവിടുത്തെ അലങ്കോല പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ സൈഡിൽ നമ്മൾ മുന്നുണ്ടാക്കി വെച്ച ക്രിസ്മസ് ട്രീയും പിന്നെ സാന്റ നമുക്ക് കൊടുത്തുവിട്ട ഒരു ട്രിങ്കറ്റ് ഡിഷും വെച്ച് കൊടുക്കുന്നുണ്ട്. സെൻട്രലായിട്ട് നമ്മുടെ ക്രിസ്മസ് മഗ്ഗും പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ കഴിഞ്ഞു എല്ലാം ചെയ്ത കുറച്ച് ഡെക്കോസ് ഉണ്ടല്ലോ, അതിനെയും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ചുമരിന്റെ ഈ സൈഡിലേക്ക് വന്നപ്പോൾ ഒന്നും ഇല്ലാത്ത പോലെ തോന്നി. അപ്പം ഞാൻ ഈ ഒരു സെൻട്രലായിട്ട് സാന്റാക്ലോസിന്റെ ലെറ്ററും ഈ ഒരു പോസ്റ്റ് കാർഡ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ആൻഡ് കുറച്ച് താഴോട്ടായിട്ട് നമ്മുടെ ജിഞ്ചർ ബ്രെഡിനെയും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി കഴിഞ്ഞ ക്രിസ്മസ് മേക്ക് ഓവർ ഉണ്ടാക്കിയ ഐറ്റംസ് ആണ് കേട്ടോ. ഈ ഒരു ബാഗ് വെക്കുന്നതോട് കൂടി നമ്മുടെ 2025 ക്രിസ്മസ് മേക്ക് ഓവർ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിന്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്ന് കാണണ്ടേ.